ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോവയ്ക്കയുടെ ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ്. കോവയ്ക്ക തോരൻ കഴിക്കാത്തവരും കഴിക്കുന്ന റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായതായി ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സറുടെ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തീരെ പൊടിയൊന്നും വേണ്ട, അരച്ചെടുക്കും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ ഏകദേശം ഇതുപോലെ. ഇനി നമുക്കിതുപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കടുക്, പിന്നെ അല്പം ചെറിയ ജീരകം, പിന്നെ 3-4 വെളുത്തുള്ളി നീളത്തിൽ കീറിയത്, 2-3 വറ്റൽമുളക് ചെറുതായിട്ട് ഒടിച്ചതിനെയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചതച്ച് വച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് തുറന്ന് വെച്ച് തന്നെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ച് ഇളക്കി അതിനെ വഴറ്റിയെടുക്കണം. ഈ നമ്മുടെ കോവയ്ക്കൊരു നല്ല ഇതുപോലെ ഒരു യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇതിനെ ഇളക്കി പറക്കി വഴിച്ചെടുക്കാം. തുറന്ന് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു സ്വാദ് വരത്തുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നതിൽ നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അരമുറി സവാള ചെറുതായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സവാള പച്ചനെ കടിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മുടെ ഏകദേശം ഇടിഞ്ചക്കത്തോരൻ്റെ ഒക്കെ ഒരു രുചി വരും കേട്ടോ. ഇനി നമുക്ക് ചോറിലേക്ക് വിളമ്പി ചൂടോടെ തന്നെ കഴിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്